വെൽക്കം ടു മേപ്പിൾ ലീഫ് ആൻഡ് വെള്ളക്കരടി. നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ചാനൽ. നമുക്കിന്ന് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പോയാലോ ഗായേസ്? ലോകത്തിലെ വലിയ വെള്ളച്ചാട്ടം ഉത്തര ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അമേരിക്കയിലും കാനഡയിലുമായി നെടുനീളത്തിൽ കിടക്കുന്നു. കാനഡയെയും അമേരിക്കയെയും ബന്ധിപ്പിക്കാൻ ഒരു പാലമുണ്ട്. നമുക്ക് പെട്ടെന്ന് അമേരിക്കയെ ചെല്ലാം. പാലത്തിൽ കയറിയാൽ മതിയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. വിസയുണ്ടെങ്കിൽ കടത്തിവിടും. നയാഗ്ര വെള്ളച്ചാട്ടം കാണിക്കാമോ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നല്ലോ. നമുക്ക് കേരളത്തിൽ മഴക്കാലമാണല്ലോ. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. സ്കൂളൊക്കെ തുറന്നല്ലോ. ഇടയ്ക്ക് റെസ്റ്റ് വേണ്ടേ? സമയം സ്പെൻഡ് ചെയ്യേണ്ടേ ഗായ്സ്? നമുക്ക് ചെറുപ്പം മുതൽ ഒരു ലക്ഷ്യം വേണം. നിങ്ങൾക്കും ഒരിക്കൽ നയാഗ്ര നേരിൽ കാണാൻ സാധിക്കും. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കാം. അമ്മമാരുടെ കൈകളിൽ മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ യാത്ര ടൊറൻഡോയിൽ നിന്ന് രാവിലെ 7:30 ആരംഭിച്ചു. ഇവിടെ പകലായിരിക്കുമ്പോൾ കേരളത്തിൽ രാത്രിയാണല്ലോ. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, തണുപ്പ് കുറവ്. ടിം ഹോട്ടൻസ് ഇവിടുത്തെ പേര് കേട്ട കോഫി ഷോപ്പാണ്. അവിടെ കയറി ഫുഡ് കഴിച്ചു. കേരളത്തിലെ നയാഗ്ര ആണല്ലോ ആതിരപ്പള്ളി. നിങ്ങളുടെ അടുത്തുള്ള വെള്ളച്ചാട്ടം ഏതെന്ന് കമൻറ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ പോയിട്ടുള്ള വെള്ളച്ചാട്ടം ഏതെന്ന് പറയണേ. പുറത്തെ കാഴ്ചകൾ കണ്ട് യാത്ര ആരംഭിച്ചു. മോർണിംഗ് വാക്കിനായി ആളുകൾ പോകുന്നു. പ്രത്യേക നടപ്പാതയുണ്ട്. വണ്ടി വരുമോ എന്നൊന്നും പേടിക്കണ്ട. പട്ടിയെയും വാക്കിങ്ങിന് കൊണ്ടുപോകും. കുട്ടികളെ പോലെ തന്നെ പട്ടികളെയും സംരക്ഷിക്കും. മലയാളി കുട്ടികൾ ധാരാളം പഠിക്കാൻ വരുന്ന സെൻറ്റീനിയ കോളേജിൻ്റെ മുൻപിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ NH-47 ഹൈവേ പോലെ ടൊറൻഡോ ടു നയാഗ്ര ഹൈവേയുടെ പേര് ക്യൂൻ എലിസബത്ത് റോഡ് എന്നാണ്. ഇവിടെയുള്ള സ്ഥലങ്ങൾ റോഡിൻ്റെ പേര് ചേർത്താണ് അറിയപ്പെടുന്നത്. ടൊറൻഡോ വിമാനത്താവളത്തിൻ്റെ അടുത്തുകൂടിയാണ് യാത്ര. ദൂരെയായ CN ടവർ 2007 വരെ ലോകത്തിലെ ഏറ്റവും വലിയ ടവറായിരുന്നു. ഇപ്പോൾ ഏതാണെന്നറിയാമോ? ദുബായിലുള്ള ബുർജ് ഖലീഫ. ഇവിടുത്തെ റോഡുകളുടെ പേര് കേൾക്കണോ? കെന്നഡി റോഡ്, ഡോൺ വാലി റോഡ്, അലൻ റോഡ് എന്നിങ്ങനെയാണ്. നമ്മൾ എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും ചെറിയ മൊട്ടക്കുന്നുകളും. വാഗമണ്ണിലാണോ മൂന്നാറിലാണോ എത്തിയത് എന്നൊരു സംശയം. 8:30 ഡിക്സൺ റോഡിലൂടെ ഹാമിൽട്ടൺ വഴി ക്യൂൻ എലിസബത്ത് ഹൈവേയിൽ കയറി. നയാഗ്ര അടുക്കും തോറും ധാരാളം വീടുകൾ കാണാൻ നല്ല ഭംഗി. മിക്കവാറും വീടുകളുടെ മുൻപിൽ ബോട്ടിരിക്കുന്നത് കാണാം. ധാരാളം തടാകങ്ങൾ ചെറുതും വലുതും ഇവിടെയുണ്ട്. അതിലൂടെ സ്വന്തം ബോട്ടിൽ ഉല്ലാസയാത്ര നടത്താം. മുന്തിരി കൃഷിയാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. മുന്തിരിപ്പാടങ്ങൾ ഹെക്ടർ കണക്കിനാണ്. വൈൻ ഫാക്ടറികളുണ്ട്. തിരിച്ചു വരുമ്പോൾ വൈൻ വാങ്ങാമെന്ന് ഡ്രൈവർ മാഷ് പറഞ്ഞു. നയാഗ്രയിലെ വൈൻ പേരുകേട്ട വൈനാണ്. നല്ല വിലയുമാണ് കേട്ടോ. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു ചരിത്രമുണ്ട്. 1600 ഫാദർ ലൂയിസ് ആണ് കണ്ടുപിടിച്ച് പുറം ലോകത്തെ അറിയിച്ചത്. പുരാതന കാലം മുതൽ റെഡ് ഇന്ത്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. റെഡ് ഇന്ത്യൻസ് ഇന്ത്യക്കാർ അല്ല എന്നും പറയുന്നു. സഞ്ചാരിയായ കൊളംബസ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷെ ചെന്നെത്തിയത് അമേരിക്കയിൽ. കൊളംബസ് അവിടെ കണ്ട ആളുകളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. നിറത്തിലും ആകൃതിയിലും ഇന്ത്യക്കാരുമായി സാമ്യം ഉണ്ടായിരുന്നു. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വിശാലമായ ഒരു പാർക്കുണ്ട്. സെൻറ്റീനിയൽ ഇന്ത്യ പാർക്ക് എന്നാണ് പേര്. പുൽമേടുകൾ, പൊക്കം കുറഞ്ഞ മരങ്ങൾ, കൂടുതലും മേപ്പിൾ മരങ്ങളാണ്. അതിൻ്റെ ഇലയുടെ ചിത്രം കാനഡയുടെ ദേശീയ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. കാനഡയുടെ പതാക ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം. കാനഡയുടെ ഗുണം നാനാത്വത്തിലെ ഏകത്വമാണ്. എല്ലാ രാജ്യത്തെയും ആളുകൾ ഇവിടെ സ്ഥിരതാമസമുണ്ട്. എന്തൊരു സ്നേഹവും ബഹുമാനവുമാണ്. അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം കാണേണ്ടതാണ്. എന്തു നല്ല സംസ്കാരം. ചെറുപ്പം മുതൽ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നല്ല പെരുമാറ്റം, പരിസ്ഥിതി സംരക്ഷണം, കുക്കിംഗ്, തൊഴിൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകത മുതലായവയാണ്. അത് അമേരിക്കയിലേക്കുള്ള പാലം. ആ പാലത്തിൻ്റെ പേര് റെയിൻബോ ബ്രിഡ്ജ്. കാർ പാർക്ക് ചെയ്യാനായി പാർക്കിംഗ് ഏരിയയിൽ പോയി $36 നൽകി. നയാഗ്രയുടെ പഴയ പവർ സ്റ്റേഷൻ്റെ ഒരു സൈഡിലാണ് പാർക്കിംഗ് ഏരിയ. ഇപ്പോൾ പുതിയ പവർ സ്റ്റേഷനുകളുണ്ട്. ഭൂമിക്കടിയിലാണ് പവർ സ്റ്റേഷനുകൾ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്നുണ്ട്. നമുക്ക് പ്രവേശനമില്ല. എത്തി ധാരാളം ടൂറിസ്റ്റുകൾ. സ്വപ്ന ലോകത്തിലാണ് എല്ലാവരും. വെള്ളച്ചാട്ടം ഭൂമിക്കടിയിൽ നിന്നാണ് വളരെ അടുത്ത് കാണാൻ സാധിക്കുന്നത്. അതിന് ചില കടമ്പകൾ കടക്കണം. ടേബിൾ റോക്ക് എന്ന കെട്ടിടം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. അങ്ങനെ ടേബിൾ റോക്കിലെത്തി. സമയം 9:30. ഉള്ളിലേക്ക് കയറി. ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ ഉണ്ട്. ഒരാൾക്ക് $30. ഡ്രൈവർ മാഷ് ടിക്കറ്റ് എടുത്തു. ആ സമയത്ത് വാഷ്റൂമിൽ പോയി ഞങ്ങൾ ഫ്രഷായി. ഇവിടുത്തെ വൃത്തി ഒന്ന് വേറെ തന്നെ.
നനയാതിരിക്കാൻ എല്ലാവർക്കും മഞ്ഞ ജാക്കറ്റ് കിട്ടി. നേരെ നടന്ന് ഭൂമിക്കടിയിലുള്ള ലിഫ്റ്റിൽ കയറി. ആ സമയത്ത് ജാക്കറ്റ് ഇട്ട് റെഡിയായി. ഇനിയാണ് ത്രിൽ. തുരങ്കത്തിലൂടെ യാത്ര. ചെറിയ വെളിച്ചമുണ്ട്. ക്യൂ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. എവിടെ ചെന്നാലും ക്യൂ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ തിരക്ക് കൂട്ടി മുൻപിൽ കയറില്ല. ക്യൂ മസ്റ്റായി പാലിക്കും. നമ്മൾ കണ്ടുപഠിക്കണം. 15 മിനിറ്റ് കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെയാണ്. ആളുകൾക്ക് നിൽക്കാനും കാണാനും ഫോട്ടോ എടുക്കാനും സ്ഥലമുണ്ട്. ഹായ്, എന്ത് മനോഹര കാഴ്ച! ആദ്യം ഇത് കാണാനുള്ള ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ ആകൃതിയെപ്പറ്റി എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ വിവരിക്കാം. ഒരു ഷേപ്പ് തോന്നും. അമേരിക്കയുടെ വെള്ളച്ചാട്ടം കുറച്ചകലെയായി കാണുന്നു. കാനഡയിലെ വെള്ളച്ചാട്ടം തൊട്ടരികിൽ. വെള്ളത്തുള്ളികൾ ദേഹത്ത് തട്ടി തണുക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ എറിച്ചിലടിക്കുക എന്നൊക്കെ പറയും. അമേരിക്കയുടെ വെള്ളച്ചാട്ടവും കാനഡയുടെ വെള്ളച്ചാട്ടവും വേർതിരിക്കുന്നത് ഒരു തുരുത്താണ്. അവിടെ മരങ്ങളുണ്ട്, പച്ചപ്പ് കാണുന്നുണ്ടോ കൂട്ടുകാരെ? താഴേക്ക് പതിക്കുന്ന വെള്ളം പതഞ്ഞ് നീല നിറത്തിൽ കടല് പോലെ പരന്ന് താഴേക്ക് ഒഴുകുന്നു. ഇത് ഒഴുകി ലേക്ക് ഒണ്ടാരിയോയിൽ ചെല്ലുന്നു. ഈ നദിയാണ് അമേരിക്കയെയും കാനഡയെയും വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ 2 രാജ്യത്തിൻ്റെയും അതിരാണിത്. 2 ബോട്ടുകൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നത് കാണാം. നീല നിറം അമേരിക്കയുടെ ബോട്ട്, മഞ്ഞ നിറം കാനഡയുടെ ബോട്ട്. ടൂറിസ്റ്റുകളെ വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവരും. ഈ പ്രാവശ്യം ബോട്ട് യാത്ര നടത്തിയില്ല. ഇനി ഒന്നുകൂടി വരണം, ബോട്ട് യാത്ര നടത്തണം. ലൈവ് എടുക്കാമെന്ന് നോക്കട്ടെ. 1 മണിക്കൂർ അവിടെ ചെലവഴിച്ച് ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് തിരിച്ച് ടണലിലൂടെ മുകളിൽ കയറി വെള്ളച്ചാട്ടം കണ്ടു. പിന്നെ ടണലിൻ്റെ മറ്റൊരു വശത്ത് ചെന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ പുറകുവശവും കണ്ടു. കൊള്ളാം, സൂപ്പർ! ടണലിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ആകാംക്ഷ. വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന്. നയാഗ്ര നദിയിലാണല്ലോ വെള്ളച്ചാട്ടം. ആ നദി കണ്ടു. നദിയുടെ ഉത്ഭവം എറി എന്ന തടാകത്തിൽ നിന്നാണ്. ഡ്രൈവർ മാഷ് പറഞ്ഞു. ബാക്കി സംശയം കൂടി ഞാൻ ചോദിച്ചറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ സുപ്പീരിയർ തടാകത്തിലേക്ക് 200 നദികൾ ഒഴുകുന്നുണ്ട്. സുപ്പീരിയർ തടാകത്തിൽ നിന്ന് സെൻറ്റ് മേരീസ് റിവർ ഒഴുകി ലേക്ക് എറോണിലെത്തുന്നു. അവിടെ നിന്ന് സെൻറ്റ് ക്ലാര ലേക്ക് എറിയിലേക്ക് ഒഴുകുന്നു. ലേക്കിൽ നിന്ന് നയാഗ്ര റിവർ വെള്ളച്ചാട്ടത്തിലൂടെ ലേക്ക് ഒണ്ടാരിയോയിലെത്തുന്നു. 1,75,000 ഗാലൻ വെള്ളം ഒരു സമയം താഴേക്ക് പതിക്കുന്നു. സ്വരം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. സ്വരം കേൾക്കുന്നുണ്ടോ? 1848 മാർച്ച് 31 സ്വരം നിന്നുപോയി. ഒരു കർഷകൻ ഓടി വന്ന് കണ്ടെത്തി. എല്ലാവരെയും അറിയിച്ചു. ലോകാവസാനമെന്ന് എല്ലാവരും പറഞ്ഞു. ഒരു വലിയ ഐസുകട്ട വന്ന് വെള്ളം ബ്ലോക്ക് ചെയ്തതായിരുന്നു. വലിയ ശബ്ദത്തോടെ മഞ്ഞുകട്ട താഴേക്ക് പതിച്ചു. ആ ദിവസം ഇവിടെ ട്രൈഡേ ആയി ആചരിക്കുന്നു. മാർച്ച് 31 ടൈഗർ മാഷിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. എല്ലാവർക്കും വിശന്നു. മാഷിൻ്റെ ചെലവിൽ വിഭവസമൃദ്ധമായ ഊണ് മലയാളി ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയി. വീഡിയോ നീണ്ടുപോകുന്നതിനാൽ ഇവിടെ നിർത്തുകയാണ്. ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് വെള്ളച്ചാട്ടം കാണാൻ മാത്രമല്ല. ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. ഗൈൻഡ് വീൽ, കാസിനോ, പിന്നെ തൊട്ടടുത്ത് ഡൗൺ എവിടെയാണ് വിനോദ കേന്ദ്രങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത്. ആ വിനോദങ്ങൾ ഉൾപ്പെടുത്തി തിരിച്ചു വരുന്ന വഴിയിൽ കണ്ട അസുലഭ കാഴ്ച, കപ്പൽ കടന്നു പോകാൻ വേണ്ടി പാലം മുകളിലേക്ക് ഉയർത്തി താഴ്ത്തുന്നതും അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. കാനഡയിലെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാനും കാണാനും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായും കമൻറ്റ് വായിച്ച് ഉത്തരം തരുന്നതായിരിക്കും. ഇനി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കേ.